ഗണേഷ് ബാങ്കിന്റെ ചെയർമാൻ കൂടിയായിരുന്നു. നമ്മുടെ ഈ രഥയാത്രയ്ക്ക് ധാരാളം സഹകരണങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഡിവോട്ടീസിന് പുറമേയുള്ള ഡിവോട്ടീസിനെ താമസിക്കാനായിട്ട് എല്ലാ സ്ഥല സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യുന്നത് ശ്രീ മഹാദേവ്ജിയാണ്. ജി എന്ന പേരിൽ തൃശ്ശൂർ മുഴുവൻ അറിയപ്പെടുന്ന ശ്രീ മഹാദേവനെ വിനയപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ആണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ ആണ് വ്യക്തി. ഉണ്ണികൃഷ്ണൻ സാറിനെ വിനയപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ രാമോ 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 ഹരേ ഹരേ. നമ്മുടെ ഉദ്ഘാടന വേളയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ കൂടി ഇവിടെയുണ്ട്. ഒന്ന് നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി ഓഫ് ശ്രീരാമൻ ടെമ്പിൾ ശ്രീ ടി എസ് രാമകൃഷ്ണൻ ജിയാണ്. ടി എസ് രാമകൃഷ്ണൻ സാറിനെ വീണ്ടും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഈ ഉത്സവത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വേറൊരു കോർഡിനേറ്ററായ ഒരു പ്രഗത്ഭ വ്യക്തിയുണ്ട്. തൃശ്ശൂർ ആകമാനം അറിയുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഓർഗനൈസർ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ധാരാളം വർഷങ്ങളായിട്ട് ഈ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ശ്രീ പ്രൊഫസർ മാധവൻകുട്ടി സാറ്. എനിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേക ഒരു കടപ്പാടുണ്ട്. നമ്മളിവിടെ ഇസ്കോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രവർത്തന സമയത്ത് 2-2.5 വർഷത്തോളം തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഭഗവത്ഗീത നടത്താനുള്ള അനുവാദം നൽകിയ മഹാവ്യക്തിയാണ് പ്രൊഫസർ മാധവൻകുട്ടി സാറ്. ആ പ്രൊഫസർ മാധവൻകുട്ടി സാറെ വളരെ വിനയപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കൗസുമ ഓഡിറ്റോറിയത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പബ്ലിക് സമ്മേളനം ആരംഭിക്കുകയാണ്. ജഗന്നാഥന് നമ്മളിപ്പോൾ ചപ്പൻ ഭോഗ് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു ആരതി ഉണ്ടായിരിക്കും. അതിനുശേഷം ദാമോദര ആരതിയും കൂടി ഉണ്ടായിരിക്കും. പിന്നീട് പ്രസാദം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വിശിഷ്ട വ്യക്തികൾക്ക് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ ജഗന്നാഥ ഗ്ലോറിഫിക്കേഷൻ, ഈ നാമസങ്കീർത്തനത്തിന് എത്രത്തോളം അവർ വിലമതിക്കുന്നു എന്നൊരു തെളിവാണ്, പ്രത്യക്ഷ തെളിവാണ് അവരെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ വലിയൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായി തന്നെ ശ്രീരാമകൃഷ്ണ മിഷനത്തെ ഡയറക്ടറായ സ്വാമി സദ്ഭാനന്ദജി ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ. ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരപരിഷ്ഠായ രാമകൃഷ്ണ. ശ്രീ ജഗന്നാഥ രഥയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൽക്കട്ടയിൽ 2 വർഷം നമ്മുടെ ട്രെയിനിങ് പീരീഡിൽ അവിടുത്തെ ഇസ്കോണിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകാനും വലിയ ആ ക്ഷേത്രം സന്ദർശിക്കാനും അവിടെ ആരാധന നടത്താനും സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നാമസങ്കീർത്തനങ്ങൾ കൽക്കട്ടയിൽ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. അവിടെയാണ് ഗൗരാംഗൻ ചൈതന്യ മഹാപ്രഭു ജന്മം കൊണ്ടത്. ശ്രീരാമകൃഷ്ണദേവനും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് എല്ലാം മറന്ന നൃത്തം ചെയ്യുന്ന പല സന്ദർഭങ്ങളും ദക്ഷിണേശ്വര ക്ഷേത്രം കാണാൻ സാധിക്കും. ഭഗവാന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ച് നോക്കിയാൽ പല രംഗങ്ങളും ഭഗവാന്റെ നാമം ജപിച്ച് എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൽ മനസ്സിലയിക്കുന്നതും വിവേകാനന്ദ സ്വാമിജി മറ്റുള്ള ശിഷ്യന്മാരും ഈ ഒരു ആനന്ദപൂർണമായിട്ടുള്ള കാഴ്ച കണ്ട് അവിടെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തുന്ന കാഴ്ച നമുക്ക് ഭഗവാന്റെ ജീവചരിത്രത്തിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഗീതയിലും രാമായണത്തിലും എല്ലാം ഉപനിഷത്തിലും എല്ലാം തന്നെ ആചാര്യന്മാരും പറഞ്ഞത് നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം കൊണ്ട് നാമസങ്കീർത്തനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കൃഷ്ണനെ
കൃഷ്ണഗീതയിൽ പറയുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ആ ചൈതന്യത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിൽ ദർശിക്കാൻ സാധിക്കും? ഭഗവാൻ പറയുന്നു, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച്ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യഹ മദ്ഭക്ത സമയപ്രിയ. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ഞാൻ എൻ്റേത് എന്നുള്ള അഹങ്കാരമില്ലാതെ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട്, അതുപോലെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ നിരന്തരം മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുക. എല്ലായ്പ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ട് നിരന്തരം നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനസ്സ് പരിശുദ്ധമായി തീരും. എത്രയോ ജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവൻ ഈ നാമജപം കൊണ്ട് വെള്ളം എങ്ങനെയാണോ ശുദ്ധമായിട്ട് വെള്ളത്തിൽ നമ്മുടെ പ്രതിബിംബം കാണുന്ന മാതിരി ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ജീവൻ നാമജപം കൊണ്ട്, ഹരേ കൃഷ്ണ ഹരേ രാമ നാമജപം കൊണ്ട് ഈ ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ജീവന്റെ എല്ലാ പാപങ്ങളും നശിച്ച് ശുദ്ധമായ മനസ്സുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ തന്നെ നമുക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കും. അതാണ് ഗീതയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഭഗവാൻ പറയുന്നു, തസ്മാ സർവേഷകാലേഷു മാ മനുസ്മരായ, എല്ലായ്പ്പോഴും എന്നെ ഭജിക്കുക, നിരന്തരം എന്നെ ഭജിക്കുക. നല്ലൊരു തൃശ്ശൂർക്കാർക്ക് നല്ലൊരു പുതുമയുള്ള ഒരു ദിവസമാണിന്ന്, പുണ്യ ദിവസമാണ്. തൃശ്ശൂർ നഗരം മുഴുവൻ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ നാമം എവിടെ ജപിക്കുന്നോ അവിടെ പരിശുദ്ധമായി തീരും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഇതേപോലെ ഗംഭീരമായിട്ട് നടത്താൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. ഇവിടുത്തെ സത്യസായി ട്രസ്റ്റിൻ്റെ ജില്ലാ തലവൻ ശ്രീ സംഗമേശ്വരനെ ക്ഷണിച്ചുകൊള്ളും. ഓം ശ്രീ സായിറാം. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ് നടന്നത്. അതിനുശേഷം സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞു. മറ്റൊരു പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പ്രസക്തിയില്ല. ഒന്ന് മാത്രം പറയാം, ദീർഘദർശികളായ ആധ്യാത്മിക ആചാര്യന്മാരുടെ ആഗ്രഹം സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവനും ശാരദാമാതാവും സ്വാമി വിവേകാനന്ദനും ചൈതന്യ മഹാപ്രഭുവും ഭഗവാൻ ശ്രീ സത്യസായിബാബയും എല്ലാം തന്നെ സനാതന ധർമ്മത്തിൻ്റെ വക്താക്കളായിരുന്നു. ഭാരതം ചുരുങ്ങിയ കാലം കൊണ്ട് ജഗദ്ഗുരു സ്ഥാനത്തെത്തും. 2020 ശേഷമുള്ള കാലഘട്ടം ഭാരതത്തിൻ്റെ കാലഘട്ടമായിരിക്കുന്ന എല്ലാവരും തന്നെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. രണ്ട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 119 രാഷ്ട്രങ്ങളിൽ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ ആത്മീയ വേദപഠനവും ഭജനകളും നടക്കുന്നുണ്ട്. എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും സനാതനധർമ്മ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബക്കിംഗ്ഹാം പാലസിൽ ലോകത്തിൻ്റെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നെറുകയിലാണ് നടക്കുന്നത്. ബക്കിംഗ്ഹാം പാലസിൽ യജുർവേദം പഠിപ്പിച്ച് വിദേശികളായ സായി യൂത്തിൻ്റെ വേദപാരായണത്തോടുകൂടിയാണ് ബക്കിംഗ്ഹാം പാലസിൽ പരിപാടികൾ തുടങ്ങിയത്. ഇന്നലെ യാദൃച്ഛികമായിട്ട് കാണാനിടയായ സംഭവം, ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാണണം, അമേരിക്കയിലെ ദീപാവലി ആഘോഷത്തിൽ ഭാരതത്തിൻ്റെ വേദപാരായണത്തോട് കൂടിയിട്ടാണ് ശ്രീ ഒബാമ അത് ഉദ്ഘാടനം ചെയ്തത്. ഭാരതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഭാരതത്തിൻ്റെ ആ ചിരപുരാതനമായ സംസ്കാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്ന ഒരു പുണ്യ അവസരത്തിൽ ഇത്ര ശ്രേഷ്ഠമായ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഈശ്വരേച്ഛയാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. അവസരം തന്ന സംഘാടകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് സായി. താങ്ക് യു സർ. അടുത്തതായി മണപ്പുറം ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇത്തരത്തിലൊരു ചടങ്ങിൽ പ്രസംഗിച്ച് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആരാധ്യനായ ഗുരുവോട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് അറിവിലായിട്ട് പറയാം. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിനെ ഒരു ഇരുണ്ട യുഗത്തിൽ നിന്നൊരു തുറന്ന യുഗത്തിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക് നമ്മൾ നയിച്ച ആളാണ്. കഴിഞ്ഞ 1970-കളിൽ നമ്മുടെ ഭാരതത്തിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഗരീബി ഹഠാവോ എന്നായിരുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇന്ദിരാഗാന്ധി ഉയർത്തിപ്പിടിച്ചിരുന്നത്. അത് 2014 ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ സ്വച്ഛന്ത ഭാരതത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിനെ പറ്റിയിട്ടല്ല കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ വിശപ്പ് നമ്മളുടെ അടങ്ങി ഒരു പരിധി വരെ ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ശുചിത്വത്തിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ വേറെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ശുചിത്വം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും നമ്മളെക്കാൾ വളരെ മുൻപന്തിയിലാണ്. എങ്ങനെയുള്ള ശുചിത്വം? ആത്മശുദ്ധിയിലല്ല. ആത്മശുദ്ധി നമ്മൾ ഭാരതീയത്തിൽ വളരെ കൂടുതലായിട്ട് നമുക്കാണ് കൂടുതലെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും പുറമേയുള്ള ഈ ഭൗതികമായ ശുദ്ധിയിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. നമ്മളുടെ വീടുകളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വീടുകൾ ശുദ്ധമായിട്ട് വയ്ക്കും, റോഡുകൾ ശുദ്ധാക്കില്ല. വീടുകളിലുള്ള വേസ്റ്റ് നമ്മൾ പുറത്തിറങ്ങും. അപ്പം ഇത് നമ്മളുടെ എല്ലാ ഈ ആത്മീയ നേതാക്കളും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമുക്ക് ശൈവീസുണ്ട്, വൈഷ്ണവീസുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ കുറേ ഇതുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സമന്വയം, അത് ശ്രീരാമകൃഷ്ണ മിഷനെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഒരു ഹിന്ദു ഡെവലപ്മെൻറ്റ് കോഡ് അല്ലെങ്കിൽ ഒരു ഭാരതീയ ഡെവലപ്മെൻറ്റ് കോഡ്, ഈ ഭൗതികമായിട്ട് ഒരു യൂണിഫോം കോഡ്, ഒരു വേ ഓഫ് ലൈഫ്, ആധ്യാത്മികതയ്ക്കല്ല ഞാൻ പറയുന്നത്, ഭൗതികതയ്ക്കും കൂടി കൊടുക്കണം. ഇതെൻ്റെ അറിവില്ലായ്മയാണ്. അതുകൂടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജില്ലാ തലവൻ ശ്രീ മഹാദേവൻ സാറിനെ 2 വാക്ക് പറയാൻ ക്ഷണിച്ചു കൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായ സന്യാസി ശ്രേഷ്ഠന്മാർക്കും ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ കൂടി നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിലൊരു മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു, ഈ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഇടിച്ചു നിരത്തി കപ്പ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും കപ്പ കഴിച്ച് വിശപ്പടക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. വാസ്തവം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള നിഷേധമായിട്ടൊരു ചിന്താഗതിയായിരുന്നു. ഒരു കാലത്ത് അതിനൊരു പ്രാമുഖ്യം വന്ന് ആ ചിന്താഗതി വളർന്നു. പക്ഷേ ഭഗവാൻ പറഞ്ഞ മാതിരി ആ കാലത്ത് മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ആചാര്യന്മാരും തന്നെ അവരൊക്കെ പറയുന്നത് നമ്മുടെ ഭാരതം 2020 കഴിഞ്ഞാൽ ലോകത്തിന് പൊതുസ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും അവനവനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് മുഴുവനും സ്ഥായിയായിട്ടുള്ളതല്ല, നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട്
മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവരെ സേവിക്കാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടണം എന്ന രീതിയിലുള്ള ആശയഗതി പ്രചരിച്ചു വരുന്നുണ്ട്. ഞാനിവിടെ 2-3 നമ്മുടെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനിടയായി. അവരെല്ലാവരും പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ജീവിതത്തിൽ ഐ എന്നുള്ളത് മാറ്റിയിട്ട് നാം ആയിട്ട് തീരാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ അഹംഭാവത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കണം. ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്കോൺ എന്ന് പറയുന്ന ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു 10-15-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഇസ്കോൺ ഒരു ഘോഷയാത്ര ഗുരുവായൂർ വഴിക്ക് തൃശ്ശൂർ പേരൂർ വന്നു. അന്ന് ഒരു ചെറിയൊരു സ്വീകരണം കൊടുത്താണ് ഞാൻ ഓർത്തു പോവാണ്. പക്ഷെ അതേ സമയത്ത് ഇന്ന് നടന്നിട്ടുള്ള ഈ ഭജന ഘോഷയാത്ര അല്ലെങ്കിൽ ശോഭായാത്ര വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഈ ആശയം പകർന്നു കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഉദാഹരണമാണ്. അപ്പോൾ ഓരോ വ്യക്തിയും ഇത്തരത്തിൽ ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാടിന് അത് വളരെയധികം ഉപകാരപ്രദം ചെയ്യും. ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. നമ്മുടെ പൂർവികർ നമ്മളോടൊക്കെ പറഞ്ഞു തന്നുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓർമ്മ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർക്കാൻ സാധിക്കണം. അതിൽ ഒരു ചെറിയ ഒരു സംഭവം പറയുന്നത് എന്താ വെച്ചാൽ, പരോപകാരായ പരന്തി വൃക്ഷ, പരോപകാരായ ദുഹന്തി ഗാവ, പരോപകാരായ വഹന്തി നദ്യ, പരോപകാരാർത്ഥം ഇതം ശരീരം. പരോപകാരായ പരന്തി വൃക്ഷ, വൃക്ഷങ്ങൾ ധാരാളം ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു വേണ്ടിയിട്ടല്ല. ഒരു മാവോ ഒരു പ്ലാവോ ഒരു നാളികേറുണ്ടാവുന്ന തെങ്ങോ അതിൻ്റെതായിട്ടുള്ള ഫലം അത് അനുഭവിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവർക്ക്. പരോപകാരായ ദുഹന്തി ഗാവഹ, പശു പാല് തരുന്നു. നമ്മൾ ആവശ്യമുള്ള പാല് കറന്നെടുക്കുന്നത് മാത്രമല്ല, കുട്ടിക്ക് പോലും വെക്കാതെ അത് കറന്നെടുത്ത് വിറ്റ് കാശാക്കിയിട്ടാണ് നമ്മൾ കഴിച്ചു കൂടുന്നത്. കാരണം നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളി പാല് പോലും ആ പശു കഴിക്കുന്നില്ല. പരോപകാരായ വഹന്തി നദ്യ, നദിയിൽ കൂടി ഇഷ്ടംപോലെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ആ വെള്ളം നദി കുടിക്കുന്നില്ല. ആവശ്യം കഴിച്ചിട്ടുള്ള ബാക്കിയുള്ളത് മുഴുവൻ മറ്റേ കടലിൽ ചെന്ന് ചേരുന്നു. അതുപോലെ നമ്മുടെ ജീവിതം, നമുക്ക് കിട്ടിയിട്ടുള്ള ഹ്രസ്വമായിട്ടുള്ള ജീവിതം, എത്രയോ കാലങ്ങളായതിനു ശേഷമാണ് ഈ മനുഷ്യൻ ദിവസം കിട്ടുന്നത്. നമ്മൾ പറയുന്നത് ദുർലഭം ഭാരതീയ ജന്മ മനുഷ്യം തക്കദുർലഭം. മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് ദുർലഭമാണ്. അതും ഭാരതത്തിലെ മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് അതിദുർലഭമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് പരോപകാരം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാവും. അതോടൊപ്പം തന്നെ ഈ നാടും ഉയരം ധാർമ്മികമായിട്ട് ചിന്താഗതി വളരും. അതിനു വേണ്ടിയിട്ട് ഈ പ്രവർത്തിക്കുന്ന ഈ സംഘടനയിലെ പ്രവർത്തകന്മാർ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന, വാസ്തവം പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഇത് എന്താ വെച്ചാൽ 10 പേര് കൂടിയിട്ട് നാമതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നാമതെല്ലാം ആരും തിരിഞ്ഞില്ല, എല്ലാവരും തിരിഞ്ഞിരിക്കും. നമ്മൾ ഇവിടെ കണ്ടത് അതല്ല. തന്നെ മറന്നുകൊണ്ട് ഭഗവാന്റെ പേര് ഉച്ചരിച്ച് എന്താ പറയാ, എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ ലയിക്കുന്ന മാതിരിയുള്ള ഒരു ഭജന ഒരു പ്രത്യേക രീതിയിൽ കാണുന്നത് നമുക്ക് നമ്മുടെ ജീവിതം സാർത്ഥകമാക്കാൻ സാധിക്കും. അതിന് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ സംഘാടകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. For the sake of, thank you very much, sir. For the sake of those who cannot understand Malayalam, I will speak the rest of the things in English language. We actually intend to propose our vote of thanks to all those great personalities who have come here today in spite of their busy schedules and have blessed the occasion and participated in this. So please, on behalf of ISKCON Thrissur and all the devotees, please extend our thanks to every one of them. Please with a big Hare Krishna. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Briefly, just I will take the liberty to say 1 or 2 sentences, not more than that. This Nama Sankirtanam has actually extended to the whole globe and has created more than 5 crores of Krishna devotees worldwide. 5 crores. So it's not a small thing. And all are united on a human platform.
understanding of Bhagavad Gita and Bhagavatam happening all over the world. Now today it's 8 o'clock here. In Australia, they'll be doing Mangalarti at this moment in morning time, glorifying Srila Prabhupada and Lord Sri Krishna, all white and probably a sprinkling of Indians. So it has broken the barriers of religion, caste, sect, etc. and unifying people on a humanitarian platform. So that's Srila Prabhupada's great movement. It's progressing, it's expanding magnificently well, it's growing, and it's like the juggernaut. The Westerners, British actually saw the Jagannatha Ratha unstoppable going forward, and then they coined a new word called Juggernaut. Actually, Juggernaut was derived from Jagannatha Ratha because of its unstoppable forward movement. So many things are happening all over the world. It is all due to Chaitanya Mahaprabhu's mercy, and above all Lord Krishna's mercy. Eventually in 40 odd years time, so many Krishna devotees have been created thanks to Srila Prabhupada. It is expanding. That's why we are here and we are speaking about Jagannatha and Lord Sri Krishna. Thanks again to all those very important personalities, Swamiji who has come from Raipur, and then his deputy, and also the Prabhujis who have come from Juhu temple, and so many of the silent devotees who are working behind the scenes without showing off anything. Please, on behalf of every one of us, give them more energy by chanting one Hare Krishna for them. This is our way of saying word of thanks. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Yeah. Now we will light the lamp very briefly because already getting late. We will light the lamp. Then next one we will be doing Gauda Arati. Then we will go for Damodar Arati and then break for Prasadam. Because public transport generally closes off here quite fast. So we will go on to that. Please come. Hare Krishna. Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. His Holiness Bhakti Siddhartha Maharaj will speak a few sentences on the Mahatmyam of Jagannath Rath Yatra. Hare Krishna. विष्णुपादाय विष्णुपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामी नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे प्रभुपाद जगद्गुरु महाराज की जय. So I speak Hindi. My English is broken. Somebody translate. ഹിന്ദിയാണ് മഹാരാജ് സംസാരിക്കാറുണ്ട്. അത് അനുവാദം ചെയ്യാനായിട്ട് ഇവിടെയുണ്ട്. तो आज जो है बहुत बहुत महत्वपूर्ण दिन है त्रिशूर के लिए. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഇന്ന് വളരെ മഹത്വപൂർണമായ ദിവസമാണ്. जैसा श्रीला प्रभुपाद ने अमेरिका में एक दिन दोपहर को बैठे थे सैन फ्रांसिस्को में. പണ്ട് ശ്രീരാമ അമേരിക്കയില് സാൻ ഫ്രാൻസിസ്കോയില് ഇതേപോലെ ജഗന്നാഥ യാത്ര അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. सो एक गृहस्थ भक्त ने वहाँ फ्री स्टोर मतलब थोड़ा सस्ता माल मिलता है, वहाँ अपने परिवार के लिए कुछ खरीदने गई थी एक माता जी.
അപ്പോൾ അവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ഗൃഹസ്ഥനായ ഭക്തൻ അദ്ദേഹം ഒരിക്കലും ഒരു കടയിൽ ഒരു സ്റ്റോറിൽ പോയപ്പോൾ ഒരു ചെറിയ കളിപ്പാട്ടം പോലെ ഒരു സാധനം അദ്ദേഹത്തിന് കിട്ടി. तो वहाँ पर अपने बच्चों के लिए खिलौना जब खरीद रही थी तो जगन्नाथ जी, छोटे से जगन्नाथ जी को लेके आई. അപ്പോൾ തന്റെ കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്തന് ജഗന്നാഥന്റെ ഒരു മൂർത്തിയെ കിട്ടി. और प्रभुपाद कुछ सामान मंगाए थे, उनको दिया तो प्रभुपाद का सामान बैग में नीचे था, तो जगन्नाथ जी को पहला निकाल के टेबल में रखी, तो प्रभुपाद खड़े हो गए और अपने टेबल में रख के प्रणाम करने लगे. അപ്പോൾ ഈ ഭക്തൻ ശീല പ്രഭാതിനെ കുറിച്ച് സാമാന്യങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂർത്തി ഈ സാമാന്യങ്ങളുടെ ഇടയിൽ വെച്ചുപോയി. ശീല പ്രഭാത് തന്റെ സഞ്ചി തുറന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ ഈ ജഗന്നാഥ മൂർത്തിയാണ് കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം ജഗന്നാഥ മൂർത്തിയെ തന്റെ ആ മേശയിൽ വിരിപ്പിട്ടിട്ട് വിരിപ്പ് നന്നായി തുടച്ച് ആ ജഗന്നാഥ മൂർത്തി അവിടെ നിർത്തിയിട്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. प्रभुपाद पूछते हैं माता जी को, और दो मूर्ति है क्या? एक व्हाइट कलर लोटस आइज एंड वन येलो पेंटिंग, वन स्टैचू. और यस यस, तो वो ब्रिंग दिस टू थिंग. അപ്പോൾ ശീല പ്രഭാത് ചോദിച്ചു, ഈ മൂർത്തി കണ്ടപ്പോൾ വേറെ രണ്ട് മൂർത്തിയും കണ്ടോ? ഒരു വെളുത്തപ്പിലൊരു മൂർത്തിയും ഒരു മഞ്ഞ നിറത്തിലുള്ള മൂർത്തിയും കണ്ടിട്ടുണ്ടോ? ഓ കണ്ടല്ലോ, അത് ഉടനെ കൊണ്ടുവരൂ. जब वो दोनों मूर्ति लेके आए, इन्होंने रखे, प्रभुपाद प्रणाम किए और ऑर्डर दिए कि 56 भोग बनाइए. അപ്പോൾ ശീല പ്രഭാത് ഈ രണ്ട് മൂർത്തി ഉടനെ തന്നെ ആ ജഗന്നാഥന്റെ അടുത്ത് തന്നെ നിർത്തിയിട്ട് ഒരു 56 ഭോഗ് 56 ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് തന്നെ ശിഷ്യന്മാരോട് അദ്ദേഹം നിർദ്ദേശിച്ചു. जब भगवान 56 भोग ग्रहण कर रहे हैं उस समय एक पेपर में रथ काट का डिजाइन बनाए, ऐसा बनाना है 1 हफ्ता के अंदर. അപ്പോൾ ഭഗവാന് 56 വിഭാഗങ്ങൾ ഒരുക്കുമ്പോൾ അത് കർണാസകത്തിൽ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. और उसको 1 हफ्ता में रथ तैयार करके पहला रथ यात्रा सैन फ्रांसिस्को में हुआ. അങ്ങനെ ഇസ്കോന്റെ ആദ്യത്തെ ഈ രഥയാത്ര സാൻ ഫ്രാൻസിസ്കോയിലാണ് ഉണ്ടായത് 1968 में. 1968. तो उसी प्रकार यहाँ आज रथ यात्रा सत्य प्रभु की सेवा भाव में देख रहा हूँ. उनका आतुरता भाव से वो बहुत कम संख्या में भक्त रहेंगे, सहयोगी, लेकिन बहुत बहुत कृपा आज इनको मिला है जगन्नाथ जी का. और हम सब लोग को मिला है आशीर्वाद जगन्नाथ जी. അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ സത്യവ്രത പ്രഭു ഇതുപോലെ ഒരു രഥയാത്ര തുടക്കം വെച്ചിരിക്കുകയാണ്. തുടക്കം പോലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇസ്കോൺ സ്റ്റാർട്ടിപ്പോൾ, എന്നാൽ ഇപ്പോൾ പടിപടിയായിട്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു മഹത്തായ ഒരു വലിയ ഉത്സവം കൊണ്ടാടാൻ അവർക്ക് കഴിഞ്ഞു. जगन्नाथ बड़े दयालु हैं. जगन्नाथपुरी में अभी भी बहुत सारे लोगों को वहाँ अलाउ नहीं है. ജഗന്നാഥാണി വളരെ കരുണാശീലനാണ്. ഇപ്പോഴും ജഗന്നാഥപുരിയിൽ പലർക്കും ഉള്ളിലേക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദമില്ല. तो यहाँ भगवान रथ यात्रा के पहले जब चंदन यात्रा होता है, चंदन यात्रा के बाद स्नान यात्रा होता है, तो भगवान जगन्नाथ जी को जुकाम हो जाता है, फीवर, सर्दी, जुकाम, बुखार. അപ്പോൾ ജഗന്നാഥ രഥയാത്ര നടത്തിയിരിക്കുമ്പോൾ ചന്ദൻ യാത്ര നടത്തുന്നു. ചന്ദൻ യാത്ര നടത്തിയിരിക്കുന്ന സ്നാൻ യാത്ര നടത്തുന്നു. സ്നാൻ യാത്ര ചുമലിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സ്നാൻ യാത്ര ചെയ്യുമ്പോൾ ഭഗവാന് പനി വരുന്നു എന്നാണ് പറയുന്നത്. तो 15 दिन भगवान विश्राम करते हैं. അപ്പോൾ 15 ദിവസം ഭഗവാൻ 12 ദിവസം അദ്ദേഹം വിശ്രമിക്കുന്നു. अब उसके बाद अपने आंटी के यहाँ, मौसी के यहाँ, माँ की बहन के यहाँ, जिसको बोलते हैं गुंडीचा मंदिर, वहाँ आते हैं. അപ്പോൾ അദ്ദേഹം അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ്, ഗുണ്ടിച്ച എന്നാണ് അതിന്റെ അക്ഷരത്തിനെ പറയുന്നത്, അവിടെയാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. तो तीनों भाई बहन 3 रथ में बड़े देव से गुंडीचा मंदिर द्वितीया के दिन आते हैं, आषाढ़ महीने का द्वितीया में. അപ്പോൾ 3 പേരെയും 2 സഹോദരന്മാരും സഹോദരിയും വളരെ ആഡംബരമായ രീതിയിൽ തേരിലെത്തിക്കൊണ്ടാണ് ഗുണ്ടിച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. तो मेरा कहने का तात्पर्य ये है, शास्त्रों का मत ये है, जगन्नाथ इतने दयालु हैं. वो ये तो बहाना है कि अपने माँ मौसी के घर में आए, लेकिन ये सब आशीर्वाद देने के लिए आए. जगन्नाथ जब निकलते हैं तो कोई भी उनका दौड़ी पकड़ के रथ खींच देता है. ഇത് പറയുന്ന താല്പര്യം എന്താ വെച്ചാൽ ജഗന്നാഥ് ഏറ്റവും ദയാലുവാണ്. അദ്ദേഹത്തിന്റെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളൊരു കളി അദ്ദേഹത്തിന്റെ വിനോദമാണ്.
അല്ലാണ്ട് അദ്ദേഹത്തെ മുന്നിൽ വിളിച്ചിട്ട് പോയതല്ല. എന്തിനാണ് വെച്ചാൽ ഇത് അതുകൊണ്ട് അദ്ദേഹത്തിനെ ആ ജനങ്ങളെ കാണുവാനും ദർശനം നൽകുവാനും ഒരു അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. जो लोग दर्शन से वंचित रहते हैं, बहुत सारे लोग को वापस किया जाता है, मंदिर अंदर जाना नहीं देते। तो यहाँ उदाहरण कभी कभी श्रील प्रभुपाद देते हैं, जैसा कि जेल में जो कैदी लोग रहते हैं तो राजा को दर्शन करना असंभव है। जेल में कैदी व्यक्ति राजा का दर्शन करना चाहे तो असंभव है, दर्शन नहीं हो पाता। അപ്പോൾ ജഗന്നാഥനെ ദർശനം എടുക്കാനുള്ള എളുപ്പമല്ല, കാരണം അമ്പലത്തിലേക്ക് വിടുന്നില്ല. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു തടവുകാരന് ആ പ്രൈം മിനിസ്റ്ററെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. तो अगर जेल में राजा बोलता है जेल मैनेजर को मुझे आना है, सबका लिस्ट चाहिए, कितना दिन किसको माने बरी करना है, कौन नया है कौन पुराना है, तब जब राजा जाता है जेल मैनेजर के साथ तो सब कैदी भी राजा का दर्शन करते हैं। അപ്പോൾ രാജാവ് തീരുമാനിക്കുകയാണ് ഈ തടവുകാരെ കാണണം, എത്ര തടവുകാർ ജയിലുണ്ട്, അവർ എത്ര വർഷം കഴിഞ്ഞു, ഇനി എത്ര വർഷം ബാക്കിയുണ്ട്, ഇതെല്ലാം അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞ് അദ്ദേഹം ജയിലിലേക്ക് ഈ തടവുകളെ കാണാനായിട്ട് ജയിലിലേക്ക് അദ്ദേഹം വരികയാണ്. उसी प्रकार भौतिक संसार जेल घर में हम फंसे हुए हैं, तो जगन्नाथ जो है आज हम लोग के ऊपर कृपा किए हैं, आशीर्वाद दे रहे हैं। അതുപോലെ ഭൗതിക സംസാരമായ ജയിലിൽ നമ്മളെല്ലാം അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ജഗന്നാഥ കൃപാലുവായ ജഗന്നാഥ് നമ്മളെല്ലാം ദർശിക്കാനായിട്ട് നമുക്ക് ദർശനം നൽകാനായിട്ട് അദ്ദേഹം ഇവിടെ വരികയാണ്. ये भौतिक उदाहरण मैंने दिया। ഒരു